ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ഇത് നിങ്ങൾ ചിലപ്പോൾ ഇതിൻ്റെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനൊക്കെ വായിച്ച് കാണുമായിരിക്കും. ടൊയോട്ടയുടെ വണ്ടിയാണ്, BZ3X എന്നാണ് പേര്. ജസ്റ്റ് 13 ലക്ഷം രൂപയിൽ തുടങ്ങുന്നു എന്ന് ഞാൻ പറയുന്നുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അത്യാവശ്യം നല്ല സൈസുള്ള വാഹനമാണെന്ന്. ഏകദേശം നമ്മുടെ ഹാരിയറിന് അത്രയൊക്കെ സൈസ് ഉണ്ട്. 4.6 മീറ്റേഴ്സാണ് ഈ വാഹനത്തിന് ലെങ്ത് വരുന്നത്. പിന്നെ എങ്ങനെ ഇത് 13 ലക്ഷം രൂപയ്ക്ക് തുടങ്ങുന്നു എന്നായിരിക്കും നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. ഇതിപ്പം ചൈനയിൽ ലോഞ്ച് ആയിരിക്കുന്ന ടൊയോട്ടയുടെ ഒരു പുതിയ ഇലക്ട്രിക് SUV ആണ്. ഇത് എന്തിനാണ് കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ വാഹനത്തിൻ്റെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രൈസിങ്ങും അതുപോലെ തന്നെ ഇത് വരുന്ന ഫീച്ചേഴ്സും പിന്നെ ഇതിൻ്റെ ഒരു ഡയമെൻഷൻസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൊണ്ടാണ് നമുക്ക് ഇന്ത്യയിൽ ശരിക്കും മാതൃകയാക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ്. നമുക്കറിയാം ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹനങ്ങളെല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇപ്പോൾ കുറച്ച് റേറ്റ് കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും സ്റ്റിൽ പൊതുവേ നമ്മുടെ IC വണ്ടികൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ റേറ്റ് കൂടുതലാണ്. ഇപ്പോൾ ഇതിൻ്റെ ഡിസൈനൊക്കെ എടുക്കാനാണെങ്കിൽ തന്നെ പൊതുവേ ഇപ്പോഴത്തെ ഒരു ടിപ്പിക്കൽ ടൊയോട്ട സ്റ്റൈലിങ്ങിനാണ് വരുന്നത്. ഫ്രണ്ടിൽ നമുക്ക് സി ഷേപ്പ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അങ്ങനത്തെ ഒരു കട്ടിങ്ങുള്ള DRLസിൻ്റെ ഡിസൈൻ വരുന്നുണ്ട്. അതിൻ്റെ തൊട്ട് താഴത്തായിട്ട് ഹെഡ് ലാമ്പ്സിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ അത്യാവശ്യം സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ലുക്കുള്ള വാഹനമാണെന്ന് പറയാം. അതായത് പെട്ടെന്ന് കാണുമ്പോൾ ഒരു ചൈനീസ് വണ്ടിയാണെന്ന് തോന്നുന്നില്ല. പൊതുവേ ചൈനയിൽ ഇങ്ങനത്തെ വണ്ടികൾ ഇറക്കി കോമ്പീറ്റ് ചെയ്യുന്ന ചൈനീസ് കമ്പനീസ് തന്നെയാണ്. ആദ്യമായിട്ടാണ് ഒരു ജാപ്പനീസ് അല്ലെങ്കിൽ ഓർ ഈവൻ ഒരു നോൺ ചൈനീസ് കമ്പനി ഇത്ര അഫോർഡബിൾ ആയിട്ട് മറ്റുള്ള ചൈനീസ് കമ്പനികളായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വാഹനം ഇറക്കുന്നത്. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പം ആ നല്ല വലിയ ഡയമെൻഷൻസ് ആണ് നമുക്ക് പെട്ടെന്ന് നോട്ട് ചെയ്യാൻ പറ്റുന്നത്. നേരത്തെ പറഞ്ഞ പോലെ 4.6 മീറ്റേഴ്സ് ലെങ്ത് ഉണ്ട്. 1875 മില്ലിമീറ്റേഴ്സ് ആണ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. അതും വളരെ കൂടുതലാണ്. വീൽ ബേസ് ആണെങ്കിലും 2765 മില്ലിമീറ്റേഴ്സ് വരുന്നുണ്ട്. അതും വളരെ നല്ലതാണ്. സോ മൊത്തത്തിൽ നോക്കുമ്പോൾ ഡയമെൻഷൻസിൻ്റെ കാര്യത്തിൽ വാഹനം വെൽ സോർട്ടഡ് ആണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ്, അത്യാവശ്യം നല്ല സൈസുള്ള വീൽസ്, അതുകൊണ്ട് പെട്ടെന്ന് കാണുമ്പം ഒരു വലിയ വാഹനത്തിൻ്റെ ലുക്കുണ്ട്. ഇനിയിപ്പം റിയർ ഡിസൈൻ നോക്കാനാണെങ്കിൽ അവിടെ നമുക്ക് കണക്റ്റഡ് ടൈൽ ലാംപ്സ് ഒക്കെ അവൈലബിൾ ആണ്. വളരെ സ്ലീക്ക് ആയിട്ടുള്ള ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതും ടൊയോട്ടയുടെ ചില വാഹനങ്ങളിലൊക്കെ നമുക്കിതിന് മുന്നേ കാണാൻ പറ്റിയിട്ടുള്ള ടൈൽ ലൈറ്റ്സിൻ്റെ ഒരു പാറ്റേൺ തന്നെയാണ് വരുന്നത്. മൊത്തത്തിൽ ബാക്കിൽ നോക്കുമ്പോൾ ഒരു നല്ല ടിപ്പിക്കൽ SUV ലുക്കാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ബോക്സി ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് കൂപ്പേ ലൈക്ക് ഡിസൈനൊന്നും ആക്കിയിട്ടില്ല. 5 സീറ്റർ വണ്ടിയാണ്. കാണുമ്പോൾ ചിലപ്പോൾ 7 സീറ്റർ ആണെന്ന് തോന്നും, പക്ഷേ അല്ല. ഇനി ഇൻറ്റീരിയർ നോക്കുമ്പോൾ നമുക്ക് ഇവിടെയും അത്യാവശ്യം കുറച്ച് സർപ്രൈസ് എലമെൻറ്റ്സ് കാണാൻ പറ്റും. പൊതുവേ ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിൽ ടൊയോട്ടയുടെ വാഹനങ്ങൾ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ളൊരു ഡിസൈൻ പാറ്റേൺ അല്ല വരുന്നത്. കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ കാണുന്ന പോലത്തെ ഒരു ഇൻറ്റീരിയറാണ്. ട്വിൻ സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. അതും ടൊയോട്ടയുടെ വാഹനങ്ങൾ അങ്ങനെ നമ്മൾ കാണാറില്ല. പിന്നെ അതിൻ്റെ അകത്തൊരു പാറ്റേൺ കൊടുത്തിരിക്കുന്നതാണെങ്കിലും അകത്ത് വൈറ്റ് പുറത്ത് ബ്ലാക്ക്, ആ ഒരു തീമാണ്. ഇതിൻ്റെ അകത്ത് 14.6 ഇഞ്ച് സൈസ് വരുന്ന ഇൻഫോടൈം സിസ്റ്റമാണ് വരുന്നത്. ലാൻഡ് ക്രൂസറിൽ പോലും അത്രയും വലിയ ഇൻഫോടൈം സിസ്റ്റം കൊടുത്തിട്ടില്ല. അത് പക്ഷേ ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ ചെറുതാണ്, 8.8 ഇഞ്ച് വരുന്നുള്ളൂ. പക്ഷെ എന്നാലും ഒട്ടുമിക്ക എല്ലാ ഇൻഫർമേഷനും നമുക്ക് നടുവിലത്തെ ആ വലിയ ഡിസ്പ്ലേയിൽ തന്നെ കിട്ടുന്നതുകൊണ്ട് സ്പീഡും മറ്റുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിൽ നോക്കി ചെയ്താൽ മതിയാവും. പിന്നെ വയർലെസ് ചാർജിംഗ് പാഡ് 2 ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇതിൻ്റെ 11 ക്യാമറ, പിന്നെ 12 റഡാർ സെൻസേഴ്സ്, അങ്ങനത്തെ എല്ലാം കൂടെ വരുന്ന റഡാർ സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 360 ക്യാമറ, വെന്റിലേറ്റഡ് സീറ്റ് എന്ന് പറയുന്ന ഒട്ടുമിക്ക എല്ലാ അങ്ങനത്തെ ഫീച്ചേഴ്സും ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. മെയിനായിട്ട് ഇതിൻ്റെ യൂണീക്ക് ആയിട്ടുള്ളൊരു ഡാഷ്ബോർഡ് ലേഔട്ടാണ് നമുക്ക് അത്യാവശ്യം എടുത്ത് പറയാൻ പറ്റുന്നത്. അതും ഈ പ്രൈസിൽ 13 lakhs സ്റ്റാർട്ട് ചെയ്യുന്നൊരു വാഹനമാണെന്ന് ഓർക്കണം. ബേസ് മോഡൽ ഇത്രയും ഫീച്ചേഴ്സ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ എന്നാലും ഡാഷ്ബോർഡിൻ്റെ ലേഔട്ടൊക്കെ സെയിം ആയിരിക്കും. മാത്രമല്ല ടോപ്പ് എൻഡ് വരുന്നതാണെങ്കിൽ പോലും ചൈനയിൽ 19 ലക്ഷം രൂപയുള്ളൂ ഈ വാഹനത്തിന്. നമ്മൾ അവിടുത്തെ എമൗണ്ട് ഇങ്ങോട്ടേക്ക് ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ആ 19 ലക്ഷം രൂപയ്ക്ക് ഇവിടെ ഷോറൂമിൽ ഈ ഒരു സൈസിലുള്ള വാഹനം അല്ലെങ്കിൽ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ളൊരു വാഹനം വന്ന ഓൺ റോഡ് നമുക്ക് ഏകദേശം 22-23 കിട്ടും. ആ പ്രൈസിൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന BE6ൻ്റെ സെക്കൻഡ് ബേസ് മോഡൽ അല്ലെങ്കിൽ കർവിൻ്റെ ടോപ്പ് എൻഡ് തുടങ്ങിയ വേരിയൻസ് ഒക്കെയാണ്. കർവിൻ്റെ ടോപ്പ് എൻഡ് പോലും 22-23 കിട്ടില്ല. ഇതിൻ്റെ സീറ്റ്സിൻ്റെ ലേഔട്ട് നിങ്ങൾക്ക് നോക്കാം. വണ്ടിക്ക് ഇത്രയും വീതി ഉള്ളതുകൊണ്ട് നടുവിൽ നല്ലൊരു പാർട്ടീഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. അതിനും നല്ല തടിയുണ്ട്. പിന്നെ താഴത്ത് നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് കമ്പാർട്ട്മെൻറ്റ് പോലെ വരുന്നുണ്ട്. മുകളിൽ കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. അതുപോലെ ആംറസ്റ്റിൽ സ്റ്റോറേജ് ഉണ്ട്. അങ്ങനത്തെ നമ്മൾ പൊതുവേ കാണുന്ന ഇലക്ട്രിക് വണ്ടികളുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. സീറ്റാണെങ്കിലും നല്ല വീതിയുള്ള സീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതും നല്ലൊരു കാര്യമാണ്. പിന്നെ ആംബിയൻ ലൈറ്റ്സ് ഒക്കെ ഇതിൻ്റെ അകത്ത് ഒരു ഡാഷ്ബോർഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. സീറ്റ്സിൻ്റെ മെറ്റീരിയൽ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു ബേജ് ഫിനിഷാണ് വരുന്നത്. പക്ഷേ അത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റേണ്ടതാണ്. നമുക്കിപ്പോൾ കാണിച്ചിരിക്കുന്നതിൽ ഈ ഒരു കളറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ റിയർ സീറ്റ്സ് നോക്കാനാണെങ്കിൽ അവിടെ നമുക്ക് 3 ഹെഡ്റെസ്റ്റുകൾ വരുന്നുണ്ട്. നടുവിൽ ആംറസ്റ്റ് ഉണ്ട്. പിന്നെ ഫ്രണ്ടിലത്തെ സീറ്റ് ഫുള്ളായിട്ട് നമുക്ക് ബാക്കിലോട്ട് റിക്ലൈൻ ചെയ്തിടാൻ പറ്റും. അപ്പോൾ വേണമെങ്കിൽ ഈസി ആയിട്ട് ഇതിനകത്ത് കിടക്കാനുള്ളൊരു സവിശേഷതയും നമ്മുടെ ടൊയോട്ട പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ 3 3-point സീറ്റ് ബെൽറ്റ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഡെഫിനറ്റ്ലി അവൈലബിൾ ആണ്. ഇത്രയും സൈസ് ഉണ്ടായിട്ടും ജസ്റ്റ് 5 സീറ്റർ ലേഔട്ടിൽ മാത്രം വരുന്നുണ്ട്. സ്പേസിൻ്റെ കാര്യത്തിലും ഈ വാഹനത്തിനൊരു വലിയ അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. സോ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇതിനെപ്പറ്റി ജസ്റ്റ് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ പറയാൻ പറ്റുന്നത്. പവർ ട്രെയിൻ ഓപ്ഷൻസ് അതിലും ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് ഇന്ത്യയിൽ പല വാഹനങ്ങളിലും ഇപ്പോഴും ഈ ഒരു 13 ലക്ഷം രൂപയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് പോയിന്റിൽ കിട്ടുന്ന 25 kWh ബാറ്ററി പാക്ക്, 26 kWh ബാറ്ററി പാക്ക്, അങ്ങനത്തെ ഒക്കെ ഓപ്ഷൻസ് ആണ്.
ഇതിന് ഞാനിപ്പോൾ പറഞ്ഞ ബേസ് മോഡൽ വരുന്നത് തന്നെ 50.004 kWh ബാറ്ററി പാക്കാണ്. അതിൽ അവർ 2 ട്രിംസാണ് കൊടുത്തിരിക്കുന്നത്, 430 എയർ അതുപോലെ 430 എയർ പ്ലസ്. ആ 430 എന്ന് പറയുന്ന ക്ലെയിംഡ് റേഞ്ചാണ് ഉദ്ദേശിക്കുന്നത്. 430 കിലോമീറ്റേഴ്സാണ് അതിൻ്റെ റേഞ്ച് വരുന്നത്. അതിൽ തന്നെ 2 വേരിയൻസിൽ ചെറിയ കുറച്ച് ഫീച്ചേഴ്സിൻ്റെ വ്യത്യാസമുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് 520 പ്രോ അതുപോലെ 520 പ്രോ പ്ലസ് എന്ന് പറഞ്ഞ 2 വേരിയൻസ് ആണ് വരുന്നത്. അതിലും നേരത്തെ പറഞ്ഞല്ലേ വേരിയൻറ്റിൻ്റെ നമ്മുടെ റേഞ്ചാണ് സൂചിപ്പിക്കുന്നത്. ബാറ്ററി പാക്കിൻ്റെ സൈസിൽ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് 58.37 kWh ബാറ്ററി പാക്കാണ് കിട്ടുന്നത്. ഇനി അടുത്തത് ഇതിൻ്റെ അകത്ത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രോയും പ്രോ പ്ലസ് ഉണ്ട്. ഏറ്റവും മാക്സിമം വേരിയൻറ്റ് വരുന്നത് 610 മാക്സ് എന്ന് പറഞ്ഞ മോഡലാണ്. അതിൻ്റെ അകത്ത് അവർ ഉപയോഗിച്ചിരിക്കുന്ന 67.92 kWh ബാറ്ററി പാക്കാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്ലെയിംഡ് റേഞ്ച് 610 കിലോമീറ്റേഴ്സ് വരെ പോകുന്നുണ്ട്. ഇതിൻ്റെ പവർ നമുക്ക് മാക്സിമം വേരി ചെയ്യുന്നത് 205 മുതൽ 225 PS വരെയാണ്. എല്ലാം ഫ്രണ്ട് വീൽ ഡ്രൈവ് ലേഔട്ടിൽ മാത്രമേ വരുന്നുള്ളൂ. ഓൾ വീൽ ഡ്രൈവ് സെറ്റപ്പ് ഒന്നും ഇതുവരെ ചൈനയിൽ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇതുവരെ ചൈനീസ് മാർക്കറ്റിൽ ഇറക്കിയപ്പോൾ തന്നെ നല്ല ഹിറ്റായി. 1 മണിക്കൂറിൽ 10,000 ബുക്കിങ്ങും ഈ ഒരു വാഹനത്തിൽ കിട്ടി. മാത്രമല്ല ടൊയോട്ടയുടെ ബുക്കിംഗ് ചെയ്യുന്ന വെബ്സൈറ്റും ക്രാഷായി തുടങ്ങി. അത്ര ആൾക്കാരാണ് ഈ വാഹനത്തിൽ ഇൻട്രസ്റ്റ് കാണിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും നമുക്ക് ഇന്ത്യയിൽ ഇങ്ങനത്തെ ഒരു വാഹനം കിട്ടാത്തതിൻ്റെ മെയിൻ റീസൺ ഇവിടുത്തെ ടാക്സിൻ്റെ പ്രശ്നങ്ങളാണ്. ഒരു വണ്ടി ഒരു കമ്പനി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു 40-50% അടുത്ത് ടാക്സ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. പകുതി എമൗണ്ടിലാണ് ഇവിടെ കമ്പനികൾ വണ്ടി ഡെവലപ്പ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഡബിൾ എമൗണ്ടിൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ എല്ലാ ലാഭം എല്ലാം കൂടെ എടുത്ത് വണ്ടി വിൽക്കേണ്ട അവസ്ഥയും വരാറുണ്ട്. എനിവേ അതിലൊക്കെ ഒരു വ്യത്യാസം വരുമായിരുന്നെങ്കിൽ നമുക്കും ഇങ്ങനെ നല്ല പ്രൈസിൽ കിടിലൻ വണ്ടികളൊക്കെ കിട്ടിത്തുടങ്ങിയേനെ. പിന്നെ ഇത് ടൊയോട്ട എന്ന് പറയുമ്പം നമ്മുടെ ടൊയോട്ട അതുപോലെ GAC എന്ന് പറയുന്നൊരു കമ്പനിയുണ്ട് ചൈനയിൽ. അതുമായിട്ടുള്ള കൊളാബറേഷനിലാണ് ഈ വാഹനം വന്നിരിക്കുന്നത്. ഒരു പ്യുവർ ടൊയോട്ട വാഹനമല്ല, ചൈനീസ് കൊളാബറേഷൻ ഉണ്ട്. അത് പിന്നെ അവിടെ അങ്ങനെയാണ്. മിക്ക ബാക്കിയുള്ള കമ്പനികളൊക്കെ അവിടെ പോയാലും ചൈനീസ് ബാക്കിയുള്ള കമ്പനികളായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടേ വണ്ടി ഇറക്കുള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞ GAC എന്ന് പറഞ്ഞ കമ്പനി തന്നെ നമ്മുടെ ഹോണ്ടയായിട്ടും അതുപോലെ ടൊയോട്ടയായിട്ടും അവിടെ കൊളാബറേഷൻ ഉണ്ട്. ഈ 2 കമ്പനികൾ അവിടെ ഇറക്കുന്ന വണ്ടികളെല്ലാം ഈ ബ്രാൻഡുമായിട്ട് കൊളാബറേറ്റ് ചെയ്താണ് ഇറക്കുന്നത്. അതുപോലെ ഫോക്സ് വാഗന് ചൈനയിൽ SAIC അതായത് സൈക്ക് മോട്ടോർ കോർപ്പറേഷനായിട്ട് കൊളാബറേഷൻ ഉണ്ട്. അവരുടെ വാഹനങ്ങളോട് മാനുഫാക്ചർ ചെയ്യുന്നതും വിൽക്കുന്നതെല്ലാം സൈക്കിൻ്റെ അണ്ടറിൽ തന്നെയാണ്. അതായത് കമ്പനിയുടെ പേര് ഫോക്സ് വാഗൻ എന്നായിരിക്കും, പക്ഷേ പ്രൊഡ്യൂസ് ചെയ്യുന്നതെല്ലാം സൈക്കാണ്. സോ അതാണ് ചൈനയിലെ വണ്ടികളുടെ ഒരു സ്കീം. ഇനി ഇന്ത്യയിലെ കാര്യം പറയാനാണെങ്കിൽ ടൊയോട്ടയിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഇവിടെ ഇറക്കാൻ പോകുന്ന അവരുടെ പുതിയ അർബൻ ക്രൂസർ EV എന്ന് പറഞ്ഞ ഇലക്ട്രിക് വാഹനമാണ്. അത് നമ്മുടെ സുസുക്കിയുടെ Vitara ബേസ്ഡ് ആയിട്ടുള്ള വണ്ടിയായിരിക്കും. ഓൾമോസ്റ്റ് സ്പെക്കും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. 49 kWh അതുപോലെ 61 kWh ബാറ്ററി പാക്ക് ആയിരിക്കും വരാൻ പോകുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് മോഡലായിട്ടൊക്കെയുള്ള ഡിസൈൻ ടൊയോട്ട ഇതിന് മുമ്പ് റിവീൽ ചെയ്തിട്ടുള്ളതാണ്. ഈ വണ്ടി അത്രയും സൈസുള്ള വണ്ടിയൊന്നുമല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് 4.3 മീറ്റേഴ്സിന് അടുത്ത് തന്നെ ലെങ്ത് വരുന്നുള്ളൂ. അതുപോലെ ഓവറോൾ ഡയമെൻഷൻസ് ആണെങ്കിലും കറക്റ്റായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ളൊരു പ്രൈസ് പോയിന്റിലും അതുപോലെ സെഗ്മെൻറ്റിലൊക്കെ ആയിരിക്കും ഈ ഒരു വാഹനം വരാൻ പോകുന്നത്. മെയിനായിട്ട് സ്കേറ്റ് ബോർഡ് EV ആർക്കിടെക്ചറിലാണ് ഈ വണ്ടി വരുന്നത്. അതുപോലെ നമ്മുടെ ഇന്ത്യയിലുള്ള ബാക്കി വാഹനങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു പ്രൈസിലായിരിക്കും വരുന്നത് എന്ന് നമുക്ക് പറയാം. അതുപോലെ ഇതിൻ്റെ അകത്ത് ഓൾ വീൽ ഡ്രൈവും പിന്നെ ഫ്രണ്ട് വീൽ ഡ്രൈവ് കൺഫിഗറേഷനും നമുക്ക് കിട്ടും. പൊതുവേ ഓൾ വീൽ ഡ്രൈവ് ഇവിടെ അങ്ങനെ അധികം ആൾക്കാരൊന്നും കൊടുക്കാറില്ല. എപ്പോഴും നമുക്ക് ആ ഒരു പ്രീമിയം റേഞ്ചിലാണ് ഓൾ വീൽ ഡ്രൈവ് കിട്ടുന്നത്. BYDയുടെ വണ്ടികൾ പിന്നെ Kia EV6 അങ്ങനെ. എന്തായാലും നിങ്ങൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ വണ്ടിയെ പറ്റിയുള്ള അഭിപ്രായം എന്താണ് എന്ന് തീർച്ചയായും താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സസറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പിൻഡ് കമൻസ് ചെക്കൗട്ട് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് എന്തായാലും ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.